രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കരുണയെക്കുറിച്ച് നാം ഓരോരുത്തരും അനുസ്മരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നിരന്തരം കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നല്ലവനായ തമ്പുരാന് പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം കർത്താവേ, ഞങ്ങൾ ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് നിരന്തരം പ്രവർത്തിക്കുന്നത് നമ്മുടെ യോഗ്യതകൾ പരിഗണിച്ചല്ല, മറിച്ച് നമ്മുടെ അയോഗ്യതയിലും അവിടുത്തെ അനന്തമായ കാരുണ്യത്തിൽ അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുകയാണ്. അവിടുത്തെ വലിയ ദയയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇന്നേ ദിവസം മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് പ്രത്യേകം ധ്യാനിക്കുകയും ചെയ്യാം. അവനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി കുറേ ഫരിസേയരെയും ഹെരോദോസ് പക്ഷക്കാരെയും അവർ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് അവനോട് പറഞ്ഞു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങൾ അറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവൻ്റെ കാപട്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? ഒരു ദനാറ എൻ്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. പ്രിയമുള്ളവരെ, യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്ന ഫരിസേയരുടെയും ഹെരോദോസ് പക്ഷക്കാരുടെയും അഭിപ്രായം അത് ഒരു സത്യമായ കാര്യമായിരുന്നു അവർ പറയുന്നത്. ഒരുപക്ഷേ അവരുടെ ഹൃദയം കൊണ്ട് അത് അവർ അംഗീകരിച്ചില്ലെങ്കിലും യേശുവിനോട് അവർ പറയുന്നത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ ഫരിസേയരും നിയമജ്ഞരും യഹൂദ പ്രമാണികളും ദൈവത്തിൻ്റെ വഴി എപ്രകാരമായിരുന്നു യഹൂദരെ പഠിപ്പിച്ചിരുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. വചനത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. പല അവസരങ്ങളിലും യഹൂദ പ്രമാണികളും ഫരിസേയരും നിയമജ്ഞരുമെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകളേക്കാൾ ഉപരി മനുഷ്യൻ്റെ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്തത്. ദൈവത്തിൻ്റെ കൽപ്പന എന്തിനു വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാതെ മനുഷ്യൻ്റെ കൽപ്പനയിലൂടെ തങ്ങൾക്ക് അനുകൂലമായ ഓരോ സാഹചര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുവാൻ അവർ പരിശ്രമിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. ഇവിടെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നതെന്നും ഞങ്ങൾ അറിയുന്നു. ആരുടെയും മുഖം നോക്കാതെ, ഒരു കൂസലും കൂടാതെ എപ്പോഴും സത്യം വിളിച്ചു പറയുവാൻ കഴിവുള്ളവനായിരുന്നു യേശുനാഥൻ.
ആരുടെ മുമ്പിലും ഒരിക്കലും ഒന്ന് പേടിച്ച് മാറി നിൽക്കേണ്ട അവസ്ഥ അവനുണ്ടായിട്ടില്ല. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നവനാണ് യേശുനാഥൻ. അതുകൊണ്ട് തന്നെ ആ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ചെയ്യുവാൻ യേശുനാഥൻ പരിശ്രമിച്ചിരുന്നു. എന്നാൽ അത് പഠിപ്പിക്കുമ്പോൾ ആരുടെയും മുഖം നോക്കാറില്ല. എന്താണോ കൃത്യമായിട്ടുള്ളത് അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുവാൻ അവൻ പരിശ്രമിച്ചിരുന്നു. പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ഒരു കാര്യവും അതാണ്. നമ്മൾ പറയുന്നത് സത്യമാണെങ്കിലും ഞാൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ എന്നെ എൻ്റെ സുഖത്തിൽ നിന്ന് അകറ്റാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ സമൂഹത്തിൽ എന്നെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ എനിക്ക് കൂടുതൽ സഹപാഠികൾ ഉണ്ടാകാതിരിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന പേരിൽ പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. കാരണം ഒരു തരത്തിലുള്ള ഒരു ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് അംഗീകരിക്കുമോ? അത് ഞാൻ പറയുന്നത് ശരിയാണ് എന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ അത് തുറന്നു പറയുവാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഞാൻ ഓരോ വാക്കുകൾ പറയുമ്പോഴും എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് കൂടുതലായി ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടമാകുന്നത് എൻ്റെ ധൈര്യം തന്നെയാണ്. ഇവിടെ യേശുനാഥൻ ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ സത്യം അത് ആരുടെ മുമ്പിലും എടുത്തു പറയുവാൻ അവന് യാതൊരു പേടിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫരിസേയർക്കും നിയമജ്ഞർക്കും യഹൂദ പ്രമാണിമാർക്കും അവനൊരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. കാരണം തങ്ങളെപ്പോലെയല്ല അവൻ ജീവിക്കുന്നത്, തങ്ങളെപ്പോലെയല്ല അവൻ പഠിപ്പിക്കുന്നത്, തങ്ങളെപ്പോലെയല്ല അവൻ്റെ ഓരോ പ്രബോധനങ്ങളും എന്ന് കൃത്യമായിട്ട് അവർക്കറിയാമായിരുന്നു. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്ന ആ ഒരു കാര്യം, നീ ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനെ വാക്കുകളിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം എന്ന ആഗ്രഹത്തോടെ യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ ചെല്ലുന്നത്. കാരണം അന്നത്തെ ആ ഒരു സമയത്ത് കത്തി നിൽക്കുന്ന ഒരു വിവാദ വിഷയമായിരുന്നു റോമാ സാമ്രാജ്യത്തിന് നികുതി കൊടുക്കുക എന്നുള്ളത്. കാരണം യഹൂദരെ സംബന്ധിച്ച് റോമാ സാമ്രാജ്യത്തിന് നികുതി കൊടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം തങ്ങൾ കൊടുക്കുന്ന ഈ നികുതി അവരുടെ സാമ്രാജ്യം വളർത്തുവാൻ അവരെ സഹായിക്കുന്ന ഒന്നാണ്, അവർക്ക് സാമ്പത്തികമായ ഉന്നതി നൽകുന്ന ഒന്നാണ്. അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുപോലെ കൃത്യമായി നികുതി പണം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ഈ റോമാ സാമ്രാജ്യത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളെപ്പോഴും അവരുടെ അധീനതയിൽ തന്നെ ആയിരിക്കണം എന്ന ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ന ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത, തങ്ങൾക്ക് റോമാ സാമ്രാജ്യത്തെ നികുതി കൊടുക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ആരും തന്നെ തുറന്നു പറയാറില്ല. തങ്ങൾക്ക് ഒത്തിരിയേറെ അനിഷ്ടമുണ്ടായിരിക്കാം, പക്ഷേ ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് നികുതി കൊടുക്കുന്നത് മോശമാണെന്ന് പറയുവാൻ അവർ ഒരിക്കലും ധൈര്യം കാണിച്ചിട്ടില്ല. പക്ഷേ യേശുവിനെ ആദ്യം തന്നെ അവരൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ ഇതുപോലെ ആരെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിൻ്റെ സത്യം പഠിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും നിർഭയം പറയുവാൻ നിനക്ക് സാധിക്കും എന്ന രീതിയിൽ യേശുവിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചതിന് ശേഷമാണ് അവൻ്റെ കൊടുക്കുവാനുള്ള വലിയൊരു തന്ത്രത്തോടെ അവർ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം യേശുനാഥൻ നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യേശുവിൻ്റെ കാര്യം തങ്ങൾ നോക്കേണ്ട കാര്യമില്ല. റോമാ അധികാരികൾ തന്നെ യേശുവിനെ ഇല്ലാതാക്കിക്കൊള്ളും. അതേസമയം നികുതി കൊടുക്കുന്നത് നല്ലതാണ്, അത് ആ രാജ്യത്തെ സംരക്ഷിക്കുന്നതാണ് എന്ന ഒരു അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ ഇതിനോടകം യേശുവിനെ സ്വീകരിച്ച യഹൂദ ജനതയെ സംബന്ധിച്ച് അത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. അതിനാൽ തന്നെ അവർ യേശുവിൽ നിന്ന് അകലും. ഏതു തരത്തിലാണ് യേശുവിനെ കൊടുക്കുവാൻ തങ്ങൾക്ക് സാധിക്കും, ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്നു. എന്ത് മറുപടി പറഞ്ഞാലും
തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ യേശുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കും. യേശുവിനെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കാപട്യമെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പിന്നീട് സംഭവിക്കുന്നത് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ഒരു ദനാറ നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് അതിലുള്ള ചിഹ്നം എന്താണ് എന്ന് ചോദിച്ച് സീസറിന് അവകാശപ്പെട്ടത് സീസറിനും ദൈവത്തിന് അവകാശപ്പെട്ട് ദൈവത്തിന് കൊടുക്കുവാൻ കർത്താവ് പറയുമ്പോൾ അവർ വിസ്മയിച്ചു എന്നാണ് വചനം അവസാനിപ്പിക്കുന്നത്. കാരണം കർത്താവ് അവിടെ നൽകുന്ന ആ മറുപടി ആരെയും വിസ്മയിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഏതുത്തരം പറഞ്ഞാലും കുടുങ്ങിപ്പോകുവാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കവേ വളരെ വിവേകത്തോടെ കർത്താവ് നൽകുന്ന മറുപടി അത് ദൈവം നൽകുന്ന വലിയ ദാനമാണ്. അവിടുത്തെ ജ്ഞാനം ലഭിച്ചവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ മറ്റുള്ളവരെ പരീക്ഷിക്കുവാൻ വേണ്ടി ഇതുപോലെ ചോദ്യങ്ങൾ നമ്മൾ കൊണ്ട് ചെല്ലാറുണ്ട്. അവിടെയെല്ലാം മറ്റുള്ളവർ എപ്രകാരമാണ് ഉത്തരം പറയുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവത്തോടൊപ്പമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവിക ജ്ഞാനമുണ്ടായിരിക്കും. അവൻ്റെ മറുപടികൾ ആ ജ്ഞാനത്തിൻ്റെ നിറവിൽ നിന്നായിരിക്കും നമുക്ക് ലഭിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ യേശുവിനെ കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും അവർ തിരുത്താൻ തയ്യാറാകാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. അവൻ നിർഭയം ദൈവത്തിൻ്റെ സത്യം എന്താണെന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ തങ്ങളുടെ ഭാഗത്ത് അത് ഉണ്ടാകുന്നില്ല. പിന്നെയും അവിടെ തന്നെ തുടരുവാനാണ് അവർ ആഗ്രഹിച്ചത്. തങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക. അപ്പോഴും എൻ്റെ തെറ്റിനെ തിരുത്തുവാൻ അവർ തയ്യാറാകുന്നില്ല. തങ്ങൾക്ക് എതിരാളിയായി മാറുന്ന വ്യക്തികളെ ഒതുക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്ന് ചിന്തിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, ഞങ്ങളുടെ ജീവിത ശൈലി ശരിയല്ല, ഞങ്ങൾ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പന ഒരിക്കലും മനുഷ്യൻ്റെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും എതിരായ ഒന്നല്ല, മറിച്ച് മനുഷ്യൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉപകരിക്കുന്ന ഒന്നാണ് ദൈവം നൽകിയ കൽപ്പനകൾ. അത് ദൈവത്തിൻ്റെ കൽപ്പന കൃത്യമായിട്ട് പാലിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും കൃത്യമായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അവനായിരിക്കുന്ന സമൂഹത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. സാമൂഹികമായ നിയമങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അവിടെ ഒരിക്കലും ദൈവത്തെ മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ എപ്പോഴും അവൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കൽപ്പനയാണ്. അതേസമയം സാമൂഹികമായ നിയമങ്ങൾ അങ്ങനെ ആക്കണമെന്നില്ല. എന്നിരുന്നാലും ആ കൽപ്പനകൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അവിടെ ദൈവത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കുറച്ചുകൂടി അതെല്ലാം പാലിക്കുവാൻ സഹായിക്കുന്നവരാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ കൃത്യതയോടെ ദൈവകൽപ്പനകളും സമൂഹത്തിൻ്റെ നിയമങ്ങളും പാലിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഒരു വെല്ലുവിളിയിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഭാഗം നമുക്കൊരിക്കലും കോംപ്രമൈസ് ചെയ്യുവാൻ സാധിക്കില്ല. ദൈവകൽപ്പനകൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരിക്കലും ജീവിക്കുവാൻ സാധിക്കില്ല. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത് അവിടുത്തെ സ്നേഹത്തിലാണ്. ആ സ്നേഹം നമുക്ക് നഷ്ടമായാൽ തീർച്ചയായും നമ്മൾ നാശത്തിലേക്കായിരിക്കും നിവദിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ കർത്താവേ, നിന്നെ കൊടുക്കുവാൻ കടന്നു വന്ന അവരുടെ മനസ്സിൽ പോലും നീ നല്ലവനാണ് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ അവർക്ക് സാധിക്കാതെ പോയത് നിന്നെ അവർ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ദൈവമായി അംഗീകരിക്കുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയുടെ സത്യം അങ്ങ് എപ്രകാരമാണോ മറ്റുള്ളവരെ പഠിപ്പിച്ചത്, നിർഭയം ആരുടെയും മുഖം നോക്കാതെ അങ്ങ് പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെക്കുറിച്ച് നിർഭയം പ്രഘോഷിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന്
പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.